നമസ്കാരം. സർവവിജ്ഞാനകോശത്തിൻ്റെ സാരഥികൾ ഇന്ന് എന്നോട് ആവശ്യപ്പെടുന്നത് കുമാരനാശാൻ്റെ കവിതകൾ ചൊല്ലിക്കേൾപ്പിക്കാനാണ്. കുമാരനാശാൻ ഇപ്പോഴും ആശയഗംഭീരനാണ് എന്ന ഒരു ധാരണ ആളുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ധാരണ തെറ്റാണ്. അദ്ദേഹം ആശയഗംഭീരനായിരിക്കെ തന്നെ ശബ്ദാർത്ഥങ്ങളുടെ പ്രാധാന്യം ഒരേ തരത്തിൽ സന്ദർഭാനുസരണമായി തിരിച്ചറിഞ്ഞിരുന്ന വ്യക്തിയാണ്. ഉദാഹരണത്തിന് കാട്, അദ്ദേഹത്തിൻ്റെ നളിനിയിൽ കാടുണ്ട്, അദ്ദേഹത്തിൻ്റെ ലീലയിൽ കാടുണ്ട്. നളിനിയിൽ അതിഥ്യകാസ്ഥാനത്ത് നിലകൊണ്ട് യുഗയോഗി സംസാര ജീവിതമാകുന്ന ഭീകര കാന്താരത്തെ കാണുന്ന ചിത്രമാണ് വർണ്ണിക്കുന്നത്. അവിടെ പുരിജന്തഗമനങ്ങൾ, ഒരു സംസാര ജീവിതമാകുന്ന കാടിൻ്റെ ഭീകരത, വള്ളത്തോൾ പറയുന്നത് പോലെ അതിദുഷ്കര ജീവിതാഹവാഹങ്കൃതി എന്നാണ് വള്ളത്തോൾ പ്രയോഗിക്കുന്നത് അഭിപ്രാവിൽ. അപ്പോൾ ആ ഭീകര പറഞ്ഞ് അത് ഭൂരിജന്തഗമനങ്ങൾ, പൂത്തഴും ഭൂരുഹങ്ങൾ നിറയുന്ന കാടുകൾ, ദൂരദർശന കൃഷങ്ങൾ കാണുതേ ചാരുചിത്രമുടെ ഭംഗി പോലവൻ. ഇത് ഗഹനമായ ജീവിതത്തെ, സംസാര ജീവിതത്തിൻ്റെ അതിൻ്റെ എല്ലാ തരംഗമാലകളോടും കൂടി ഉയർന്നു നിൽക്കുന്ന യുവയോഗിയുടെ ദൃഷ്ടിയിൽപ്പെടുന്നതാണ്. രണ്ടാമത്തേത് ലീലാമദനന്മാരുടെ സംയോഗ സംഭവമാണ്. അവർ കാനനാന്തരത്തിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. അവസാനം അവരുടെ അവരുടെ വിയോഗം ഉണ്ടാവുകയും രണ്ടുപേരും രേവാ നദിയുടെ അഗാധ ഹൃദയങ്ങളിൽ തങ്ങളുടെ ജീവിതമോക്ഷം കണ്ടെത്തൽ സാഫല്യം ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ അളിപടലികൾ മൂളി രന്ധ്രമേലും മുളകൾ മരുത്തിലുലഞ്ഞു മെല്ലയൂതി തളിരുകൾ മൃദുതാളമേകി ഏവം കളകളമായി അതിമോഹനം വനത്തിൽ. ശബ്ദം മാറിയത് കണ്ടോ? ആദ്യത്തേത് ശൈലിയല്ല, രണ്ടാമത്തേത് ശൈലി. ഈ കളകളമായ അതിമോഹനം വനത്തിലൊക്കെ ചങ്ങമ്പുഴയെ പോലും, ചങ്ങമ്പുഴ ശബ്ദ സൗന്ദര്യമുള്ളതാണല്ലോ, വളരെ ആകർഷിച്ചൊന്നാണ്. അദ്ദേഹം കതിരുതിരികിലും അതിർച്ച ശരീരികൾ ഇവിടെയാണ് മനസ്സിനി കാനന കാമത ദേവതകൾ കലയുടെ കമ്പികൾ മീട്ടും മട്ടിൽ കളകളമിളകി കാടുകളിൽ എന്നെഴുതുന്നത് ആശാന്റെ ഒരു പ്രതിധ്വനി പോലെ നമുക്ക് ആ സന്ദർഭത്തിൽ തോന്നാവുന്നതാണ്. മറ്റ് പല സന്ദർഭത്തിൽ ഇപ്പോൾ മറ്റ് കുറച്ചുകൂടി ഗൗരവമായ സംഗതികൾ, ഇപ്പോൾ മനുഷ്യൻ്റെ ജീവൻ പോകുന്നു, ഹൃദയദേഹമാണ്, എല്ലാവരും ഒരിക്കൽ മരിക്കും, മരിക്കുന്നവരെ കുഴിച്ചിടും. ഇവിടെ രാജരാജവർമ്മ മരിക്കുമ്പോൾ ചെയ്യുന്ന ദഹിപ്പിക്കുകയാണ്. അവിടെ ആ ദേഹം നഷ്ടപ്പെടുമ്പോൾ ഒരു ലോകസാധാരണ സത്യമാണ്. എന്താണ് സത്യം? കഷ്ടം സ്ഥാനവലിപ്പമോ. നമ്മൾ തീയിൽ പെട്ട് കഴിഞ്ഞാൽ, മണ്ണിനകപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ സ്ഥാനവലിപ്പത്തിനോ എൻ്റെ സൗന്ദര്യത്തിനോ പ്രായത്തിനോ പ്രമാണിത്വത്തിനോ ഒന്നും ഒരു സ്ഥാനവുമില്ല. കഷ്ടം സ്ഥാനവലിപ്പമോ പ്രഭുതയോ സജാതിയോ വംശമോ ദുഷ്ടശ്രീ തനുതാടിയോ ചെറുതുമിങ്ങോരില്ല ഘോരാനരൻ. ദുഷ്ടശ്രീ തനുതാടി എന്ന് പറഞ്ഞാൽ നേരെ കാണുന്ന ശരീര സൗഭോഗമാണ്. സ്പഷ്ടം മാനുഷഗർവമൊക്കെ ഇവിടെ പൊക്കസ്തമിക്കുന്നത്. ദുഷ്ടന്മാർ പെരുകും. ഒരു സാമാന്യ തത്വം, ഇവിടമാണ് അധ്യാത്മവിദ്യാലയം. അതും ആ ശബ്ദവിന്യാസത്തിലാണ് പ്രത്യേകം അതിൻ്റെ പ്രാധാന്യമുള്ളത്. വളരെ പലപ്പോഴും ഈ വെറുതെ കാണാതെ പിടിച്ച് ആശയം പറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ മൗനം ആരെങ്കിലും മലയാളത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ടോ? മൗനം എന്ന ഒരു അമൂർത്തമായ സംജ്ഞ, അതിനാരും വാക്കുകൾ കൊണ്ട് രൂപം നൽകിയിട്ടില്ല. ആശ നൽകിയിട്ടുണ്ട് പ്രയോജനത്തിൽ തന്നെ. അത് നിങ്ങൾ അർത്ഥം പറയാനുള്ള പ്രയാസമാണ്. ലോകത്തെ ജഡമാക്കി, ലോകത്തെ മുഴുവൻ ജഡം പോലെയാക്കി തീർക്കുന്നത് പാതിരാവിൻ്റെ നിശബ്ദതയാണ്. ഇന്ന് പാതിരാത്രി നമ്മുടെ നഗരത്തിൽ ജീവിക്കുന്ന ഇവിടെയൊക്കെ വെളിച്ചവും ആളുകൾ അനക്കം എല്ലാം ഉണ്ടാകും. പക്ഷെ അന്നത്തെ ഒരു ഫ്യൂഡൽ യുഗത്തിൽ പാതിരാവെന്ന് പറഞ്ഞാൽ ഒരു ഭീകരമായ നിശബ്ദതയാണ് പാതിര. അതാണ് ലോകത്തെ ജഡമാക്കി നിശ്ചലനിധി ശീതത്തിൻ്റെ സന്താനമാം മൂകത്വത്തെ. നിശ്ചലനിധി ശീതം ഇവിടെ പാതിരാത്രിയാണ്. അവിടെ ഒരു മൂകത്വമുണ്ട്. അതിനെ വിഴുങ്ങി മുലകുടിപ്പിക്കുന്ന ഒരു ഭയങ്കരമായ നിശബ്ദതയാണ്. ലോകത്തെ ജഡമാക്കി നിർഭര നിശീധത്തിൻ്റെ സന്താനമാം മുഖത്വത്തെ, പാതിരാത്രിയുടെ മുഖത്വത്തെ മുതിർന്ന് തൻ മുലകുടിപ്പിക്കും മഹത്വത്തോടും കർണങ്ങളിൽ ഉഗ്ര ശംഖ മുരജധ്വാനങ്ങളേക്കാതെയും. ഇത് ശംഖ മുരജം പെരുമ്പറ അതിൻ്റെയൊക്കെ ശബ്ദം പോലും നിശബ്ദമാക്കിക്കൊണ്ട്
ഭൂകമ്പിക്കൽ, ഭൂകമ്പം വന്നാൽ പോലും അരങ്ങിടാതെയും ഇതാ പൊങ്ങുന്നു. എന്താണ് പൊങ്ങുന്നത്? നിശബ്ദത. അത് ശ്രദ്ധയെക്കുറിക്കുന്ന ആവശ്യം. പരമമായ ശാന്തിയെപ്പറ്റി പറയുന്നതാണ് പ്രബോധനത്തിൻ്റെ അവസാനത്തെ ശ്ലോകം. എന്താണ്? നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും. അർത്ഥം പറയണമെങ്കിൽ അരമണിക്കൂർ 1 മണിക്കൂർ എടുക്കേണ്ടതായിരുന്നു. ആകാശങ്ങളെ അണ്ടരാശികളോടും ഭക്ഷിക്കും ആകാശമായി. ഇത് രണ്ടു തമ്മിൽ നല്ല സാമ്യമുണ്ട്. ആകാശങ്ങളെ അണ്ടരാശികളോടും ഭക്ഷിക്കും ആകാശമായി. ഇക്കാണുന്ന സഹസ്രരശ്മിയെ ഇരുട്ടാക്കും പ്രഭാസാരമായി. ശോകാശങ്കയില്ലാത്ത ശുദ്ധസുഖവും ദുഃഖീകരിക്കുന്നതാം ഏകാന്താദ്വയ ശാന്തിഭൂവിന് നമസ്കാരം. നമസ്കാരമേ. ഒടുവിൽ ഇതിൻ്റെ മുമ്പ് ഒരു കവിയുടെ ചിത്രമുണ്ട്. അത് തൊട്ടും കാണിക്കുന്നത്. ഓരോ കവിയും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നക്ഷത്രങ്ങളെ നോക്കി ഇപ്പോഴും പറന്നിടുന്ന മേൽപോട്ട്. ഞാൻ ഗുരുവാണ്, മിന്നാമിനിങ്ങാണ്, പക്ഷേ നക്ഷത്രമാണ് എൻ്റെ പ്രാപ്യസ്ഥാനം. ഓരോ കവിയും പ്രാപ്യസ്ഥാനമായി കാണും നക്ഷത്രമാണ്. നക്ഷത്രങ്ങളെ നോക്കി ഇപ്പോഴും പറന്നിടുന്ന മേൽപോട്ട്. അതിൻ പക്ഷം ദുർബലമാണ്, അതോർത്ത് ഭയവും തോന്നുന്നു മേന്മേൽ വിഭവം. രക്ഷയ്ക്കായി അതിനില്ല നിൻ കരുണയല്ലാതെ. ദൈവത്തിൻ്റെ കരുണ, സൃഷ്ടികർത്താവിൻ്റെ കരുണയല്ലാതെ മറ്റൊന്നും എനിക്കില്ല. രാപക്ഷിതൻ ഭിക്ഷയ്ക്കാക്കുല. ഇതിനിടയിൽ ആൾപക്ഷി വരാം, എൻ്റെ ഭിക്ഷ. നിൻ പ്രകാശകണികയ്ക്ക് ആപത്ത് ചേർത്തിയിട്ടില്ല. ഞാൻ നിന്റെ പ്രകാശകണികയാണ്, ഒരു ആപത്തും വരാതെ സംരക്ഷിക്കണം. അപ്പോൾ ഈ രാപക്ഷിയുടെ ഇരയാവുക എന്നൊക്കെ പറയുന്നത്, ഞാൻ കവിത എഴുതാൻ വാസനയുള്ള മറ്റു കാര്യങ്ങൾക്ക് പോകാം, എനിക്ക് പദവി കിട്ടിയാൽ അത് തേടി പോകാം, മറ്റു പല സമ്പത്തുണ്ടാക്കാൻ പോകാം, ഷോപ്പ് കോൺട്രാക്ടറെ വിളിച്ച് കാശുണ്ടാക്കാൻ പോകാം, കവിത ഉപേക്ഷിക്കുന്നവരാണ്. അതല്ല, ഏകാഗ്രമായി ഞാൻ കാവ്യ രചനാ തപസ്സിൽ മുഴുകുന്നതിനുള്ള ആത്മീയമായ ലൗകികമായ കരുത്ത് എനിക്ക് നൽകി അനുഗ്രഹിക്കണം.